സദൃശ്യവാക്യങ്ങൾ അധ്യായം 25. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഇവയും ശലോമോന്റെ അഗാധമായ സദൃശ്യവാക്യങ്ങൾ തന്നെ. യഹൂദ രാജാവായ ഹെസക്കിയ രാജാവിൻ്റെ സ്നേഹിതന്മാർ ഇവ എഴുതി വച്ചു. വചനം നിഗൂഢമായി വയ്ക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം. രാജാക്കന്മാരുടെ മഹത്വം വചനമാരാഞ്ഞറിയുന്നതും. ആകാശങ്ങൾ ഉയർന്നിരിക്കുന്നു, ഭൂമി ആഴമുള്ളതും. രാജാക്കന്മാരുടെ മനസ്സും പരിശോധിക്കാവതല്ല. നിർമ്മലമായ പാത്രമുണ്ടാക്കുവാൻ വെള്ളിയിൽ നിന്നും കീടം മാറ്റിക്കളയുന്നു. രാജസന്നിധിയിൽ നിന്നും അധർമ്മികൾ ചിതറിക്കപ്പെടും. അപ്പോൾ തൻ്റെ സിംഹാസനം നീതിയിൽ സുസ്ഥിരമായിരിക്കും. രാജസന്നിധിയിൽ നീ നിഗളിക്കുകയോ പ്രമാണികളുടെ സ്ഥാനത്ത് കയറി നിൽക്കുകയോ അരുത്. അധികാരികളുടെ മുമ്പിൽ വെച്ച് നിന്നെ താഴ്ത്തിക്കെട്ടുന്നതിലും അഭികാമ്യമല്ലേ മേൽസ്ഥാനത്തേക്ക് കയറി വരിക എന്ന് നിന്നോട് പറയുന്നത്. നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടത് മാത്രമേ പറയാവൂ. ധൃതിയായി വിധി കൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ അവസാനം നിന്റെ മിത്രങ്ങളും നിന്നെ നിന്ദിക്കും. നിന്റെ കൂട്ടുകാരനുമായുള്ള തർക്കം തമ്മിൽ പറഞ്ഞു തീർക്കുക. മറ്റൊരുവന്റെ രഹസ്യം നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവർ നിന്നെ പുച്ഛിക്കുകയേയുള്ളൂ. അവർ നിന്നെ കുറിച്ച് പലതും ചിന്തിക്കാനിടയാകും. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിന്മേൽ സ്വർണ്ണ നിർമ്മിതമായ മാതളപ്പഴം പോലെയാണ്. സ്വർണ്ണ നിർമ്മിതമായ കർണാഭരണവും കണ്ഠാഭരണവും പോലെയാണ്. ജ്ഞാനികളുടെ ശാസനം ശ്രോതാവിൻ്റെ കർണത്തിന് കൊയ്ത്തുകാലത്ത് പനിമഞ്ഞ് ചെയ്തു ചൂട് ശമിപ്പിക്കുന്നത് പോലെയാണ്. വിശ്വസ്തനായ ദൂതൻ അവനെ അയച്ചവർക്കും അവൻ്റെ യജമാനന്മാരുടെ മനസ്സിനെ അവൻ തണുപ്പിക്കുന്നു. വ്യാജമായ ദാനങ്ങളെക്കുറിച്ച് അഹങ്കരിക്കുന്നവൻ കാർമേഘവും കാറ്റും ഉണ്ടായിട്ടും മഴ പെയ്യാതിരിക്കുന്നത് പോലെ തന്നെ. ദീർഘമായ ക്ഷമ കൊണ്ട് അധികാരിയെ ആകർഷിക്കുവാൻ കഴിയും. മൃദുവായ വാക്കുകൊണ്ട് കടുത്ത അസ്ഥികളെ പോലും തകർക്കാം. തേൻ കണ്ടുകിട്ടിയാൽ നിന്റെ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അല്ലെങ്കിൽ മതി വന്ന ശേഷം എല്ലാം കൂടി ഛർദ്ദിച്ചു പോകും. നിന്റെ സുഹൃത്ത് ഭവനത്തിൽ ചുരുക്കമായേ പോകാവൂ. അല്ലെങ്കിൽ അവൻ നിന്നെ സൽക്കരിക്കാതെ വെറുത്തുപോയേക്കാം. തൻ്റെ കൂട്ടുകാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഇരുമ്പ് വടിയോ വാളോ കൂരമ്പോ പോലെയത്രേ. വ്യാജമുള്ളവൻ്റെ ആപൽക്കാലത്തെ പ്രത്യാശ ചീത്തയായ പുല്ലും ആടുന്ന കാലും പോലെ മാത്രേ. തണുപ്പുള്ള ദിവസത്തിൽ തൻ്റെ സ്നേഹിതനിൽ നിന്നും അവൻ്റെ മേലങ്കി എടുക്കുന്നവൻ മുറിപ്പാടിൽ വിനാഗിരി ഒഴിക്കുകയും നൊമ്പരപ്പെടുത്തുന്ന മനസ്സിനെ ഞെക്കി പിഴിയുകയും ചെയ്യുന്നവനത്രേ. പുഴു വസ്ത്രത്തെയും ഇതൽ തടിയേയും എന്ന പോലെ ദുഃഖം മനുഷ്യ മനസ്സിനെ അലട്ടുന്നു. നിന്റെ ശത്രു വിശന്നിരിക്കുകയാണെങ്കിൽ നീ അവന് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹപീഡിതനെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കണം. നീ ഇങ്ങനെ ചെയ്യുമെങ്കിൽ നീ അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. ദൈവം നിനക്ക് പ്രതിഫലവും തരും. വടക്കൻ കാറ്റ് മഴ വരുത്തുന്നു.
ദുർമുഖവും നിഗൂഢമായ നാവും ഇതുപോലെ തന്നെ. സഹക്കാരിയായ ഭാര്യയോടുകൂടെ ഭിന്നിച്ചിരിക്കുന്ന വീട്ടിനുള്ളിൽ കഴിയുന്നതിലും ഭേദം പുരയുടെ ആഗ്രത്തിന്മേൽ കൂടി പാർക്കുന്നതാണ്. വിദൂരദേശത്ത് നിന്ന് കിട്ടുന്ന സദ്വാർത്ത ദാഹമുള്ളവനു തണുത്ത വെള്ളം കിട്ടുന്നത് പോലെ തന്നെ. അനീതിപരന്റെ മുമ്പിൽ നീതിമാൻ വീണു പോകരുത്. ഒരുവൻ നീരുറവ കെട്ടിയടച്ചു വെള്ളം മലിനമാക്കുന്നതിന് തുല്യമത്രേ. തേനും അധികം കഴിക്കുന്നതും മഹത്വമുള്ള വചനങ്ങളെ അത്യധികം കടന്ന് പരിശോധിക്കുന്നതും നല്ലതല്ല. ക്ഷമയില്ലാത്ത മനുഷ്യൻ കോട്ടയില്ലാതെ ഒട്ടിപ്പൊളിഞ്ഞ പട്ടണം പോലെയത്രേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.